അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ, മൈദ, രായിപ്പൊടി ഇതൊന്നും ചേർക്കാണ്ട് മാമ്പഴം വെച്ച് നാടൻ പലഹാരമാണ്. ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്, ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴമ്പെടുത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാമ്പഴം മാറ്റി വെക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. കുറച്ച് നാളികേരൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. മാറ്റാം. അതേ നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 3 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് സൂചി ഗോതമ്പ് നല്ലോണം നെയ്യിൽ വറുത്തെടുക്കാം. നല്ലോണം വറുത്തതിന് ശേഷം അതിലേക്ക് തന്നെ 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കണം. നാളികേരം നല്ലോണം ചൂടായി വരുമ്പോൾ അരച്ച് വെച്ചേക്കണ മാമ്പഴത്തിന്റെ പേസ്റ്റ് ചേർക്കാം. നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. സൂചി ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാം. സൂചി ഗോതമ്പ് വെന്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കും. വറുത്ത് വെച്ചേക്കണ നാളികേരക്കൊട്ട്, അണ്ടിപ്പരിപ്പ്, ഉള്ളി എല്ലാം ഇട്ടോളും. മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി മിക്സ് ജസ്റ്റ് ഒന്ന് തണുത്താണ്. മിക്സ് കുറേശ്ശെ തണുത്തുണ്ട്. ആവി കയറ്റി എടുക്കാൻ പോവാണ്. കുറച്ച് ഇല എടുത്ത് വാട്ടി നെയ്യ് തേച്ച് വെച്ചേക്കണതാണ്. കുറേശ്ശെ മിക്സ് ഇതിൽ വെച്ചോളും. എല്ലാം കൂടി സെൻറ്ററിലേക്ക് ആക്കി വെക്കണം. ഇനി നമ്മളിത് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പോവുക. നൂല് വെച്ച് ഈ ഇല ഒന്ന് കെട്ടി കൊടുക്കാം. റെഡിയാക്കി വെച്ചേക്കണം. അപ്പം നമുക്ക് 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. ഈ അപ്പം ശരിക്കും ഇതുപോലെ ആവി കയറ്റി തന്നെ കഴിക്കണം കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും. ഈ മാമ്പഴ സീസണിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.